വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കടത്തച്ചാരി. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഹൂ നോസ് മീ ബെറ്റർ എന്റെ ആദ്യം എടുത്തു, അതിന് ഇപ്പൊ അസുഖം എടുക്കാൻ പോണേണ്. ഇപ്പൊ ഹൂ നോസ് മീയുടെ സെക്കൻഡ് പാർട്ടാട്ടത്. അപ്പൊ ഞങ്ങൾ കോളേജിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്ത്. പുറകെ നല്ല മഴയുണ്ട്. കോളേജിലായതുകൊണ്ട് ഇവിടുന്നൊക്കെ നല്ല നോയ്സ് ഉണ്ടാവും. അതൊക്കെ ഞങ്ങളുടെ യൂണിഫോം അവ അക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ബുക്കൊക്കെ അതിലേക്ക് അടക്കാം. ഞങ്ങളുടെ തല്ലി പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ബുക്കൊക്കെ തല്ലില്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകിച്ച് റൂളൊന്നും പറയണ്ടല്ല. അസ് പറയും, ഞങ്ങൾ അതിന് ആൻസർ അവള് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ അതിന് ആൻസർ ചെയ്യും. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവരായിരിക്കും അസുവിന് കൂടുതലായിട്ട് അറിയാവും. അതായിരിക്കും സത്യത്തില് ഫൈറ്റ് പോകുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് പീസ് ഓഫ് ജ്വല്ലറി. അതായത് എനിക്ക് കമ്മലാണോ, മാലയാണോ, പാസിനാണോ, മോതിരാണോ, എന്താണ് ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടം? ഇതാണ് കൂടുതൽ ഇഷ്ടം. ഇതാണ് ഇഷ്ടം. എപ്പോഴും മോസ്റ്റ് ഓഫ് അതാണ് കൂടുതൽ. എന്തുവാണ് ഞാൻ മാലയും മോതിരം കറക്റ്റ്. ഈ മോതിരം വർഷങ്ങളായിട്ടുള്ള മോതിരം. എനിക്ക് മാസത്തിന് ഇടാം. ആരാ മാർക്ക്? അതെ, ആരെയും പോകുന്നത്. ഓക്കെ, എന്റെ ഫേവറേറ്റ് ഹോബി കറന്റ്ലി ഞാൻ എപ്പോഴും മ്യൂസിക് പോകും. ശരിയാ, റീഡിങ് അങ്ങനെയും ബാധിക്കും. കറന്റ്ലി ഫേവറേറ്റ് സോങ് രണ്ട് പാട്ടുണ്ട്. ഫുൾ ടൈം ഞാനിപ്പോ പാട്ടുണ്ട് കേട്ടോ. രണ്ടില്ല, ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. കല്യാണി അംശം അമ്മയ്ക്കും. അയ്യോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. കറന്റ്ലി ഫേവറേറ്റ് ആപ്പ് റീഡിങ്ങിന്റെ ആപ്പിനെ പേര് നമ്മുടെ എന്റെ 3 നല്ല സ്വഭാവങ്ങളും പട്ടികൾ. ഒന്ന് പിന്നെന്താ, അത് എനിക്കിട്ട് സമ്മതിക്കൂല. ഞാനാ നോക്കി, അവളല്ല. പിന്നെ മതി, രണ്ടെണ്ണം മതി. രണ്ടാം തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതായിരിക്കും. അത് നിങ്ങളാ പറയണ്ടേ, ഞാനാണോ പറയണ്ടേ? ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? അത്രക്ക് എക്സ്ട്രോവേർട്ട് അല്ല ഞാൻ. ഈ ഓൺലൈനിൽ മോസ്റ്റ് ഓഫ് തപ്പാണ് സാധനം. അവള് ലീഡ് ബുക്ക് എന്നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഞാനൊരു ബീച്ച് പേഴ്സൺ ആണ്. അതായത് ബീച്ചിൽ പോകാൻ ഞാൻ വെച്ചിട്ടും ഓൺലൈൻ പോകാണ്. ഇതിപ്പോ നമുക്ക് മുമ്പ് മാത്രം അറിയാവുന്ന ഒരു കാര്യം. എന്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന കാര്യം നമ്മള് ചെയ്യണം എന്ന് വിചാരിച്ചേ തുടങ്ങണം. അത് സസ്പെൻസ് പറയുന്നില്ല, ഇതെന്താന്നൊക്കെ പറയില്ല. അത് ഞങ്ങൾ വഴിയെ റിവീൽ ചെയ്യാം. തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഞാൻ സിംഗിൾ ആണ്. സംശയം ഞാൻ സിംഗിൾ ആണ്. ഇപ്പൊ അന്നല്ല ഇന്നലെ എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇറക്കേ സിംഗിൾ കമ്മിറ്റഡ് ഞാൻ വിളിച്ചു എടി ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നീ എന്താണ് പറഞ്ഞു സിംഗിൾ ഞാൻ ഇങ്ങനെ സീരിയസ് തുടങ്ങി എടുത്തൊക്കെ നിർത്തി പറയണി പൊത്തിനി പിടിക്കുന്ന കുഞ്ചിരിക്കുന്ന എന്തൊക്കെയാ ചെയ്യണേ. ഞാൻ പറയട്ടെ എന്ത് ചിരിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് സീനാനെ പ്ലാൻ ചെയ്യാം. ഞാൻ ഇവിടെ സിംഗിളർ കമ്മിറ്റഡ് ഞാൻ കമ്മിറ്റഡ് എഴുതാന്ന് ഞാൻ പറഞ്ഞു. അല്ല ഞാൻ അതെങ്ങനെ ആക്ടിങ്ങിന്റെ ഭാഗം പറഞ്ഞു കമ്മിറ്റഡ് വരുമ്പോ നീ ഒപ്പം പിടിക്കുന്നല്ല ഞാൻ ഫുഡ് ഫേവറേറ്റ് എനിക്കറിയില്ലാട്ടോ ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഇല്ല. എന്നാലും ഞാൻ എഴുതണേ എന്തെങ്കിലൊക്കെ എഴുതും. ഞാൻ എന്താ എഴുതി വെച്ചു. അല്ല മന്ദിര ജങ്ക് ഫുഡ് അല്ലല്ലോ. കാണിച്ചു സദ്യ ബിരിയാണി പിന്നെന്താ ചമ്മന്തി ചോറ് മീൻകറി ചോറ് സാമ്പാർ ഹോംലി ഫുഡ്. ഹോംലി ഫുഡ് അങ്ങനെ പറ്റില്ല. സദ്യ എന്ന് പറയുമ്പോ പപ്പടം വരും പായസം എല്ലാം പറഞ്ഞു. അതിനകത്ത് എനിക്ക് അങ്ങനെ സദ്യയിൽ ഇൻവോൾവ്ഡ് അല്ല ഞാൻ. എനിക്ക് ദേഷ്യം കയറി കൊണ്ടറങ്ങി നിൽക്കാണ്. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, അതായത് എന്റെ മൈൻഡ് ഒന്ന് പൂർണ്ണമാക്കാൻ പറ്റും ഞാൻ എന്താ ചെയ്യുന്നത്. നിങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിലും ഞാൻ എന്താ ചെയ്യുന്നത് ദേഷ്യം കിടന്ന് ഒറ്റെണ്ണത്തിനെ ഞാൻ എടുപ്പിക്കില്ല ദേഷ്യം കയറി കഴിഞ്ഞാൽ. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് അവളാണോ കാര്യമില്ല കാര്യം ചട്ടപ്പെട്ടെ ഞാൻ പറ പകലൊക്കെ കിട്ടിയ ഞാൻ ഉറങ്ങിട്ട് ഞാൻ എപ്പോഴും ടെക്സ്റ്റിംഗ് ആണോ കോളിംഗ് കാണിച്ചു ഞാൻ ഒന്നും ചെയ്യലില്ല. എല്ലാരും ഇങ്ങോട്ട് വിളിക്കലാണ്. ഞാൻ ആർക്കും മെസ്സേജ് അയക്കലുമില്ല, കോൾ ചെയ്യലുമില്ല. ടെക്സ്റ്റിംഗ് ആണോ കോളിംഗ് ആണോ അതിൽ എന്റെ ഇടത്തിൽ ഏതെങ്കിലും പറയണ്ട. അതെന്തുകൊണ്ടാ ഒറ്റ വിളിക്കുന്ന എടുത്ത ചരിത്രം ഉണ്ടോടി ഇവിടെ എന്റെ കോൾ ചെയ്യാൻ പതിവ്. ഞാൻ കോളേജിൽ ടെക്സ്റ്റ് അപ്പൊ രണ്ടുപേരും മാർക്കില്ല ഇല്ല. എനിക്കിപ്പോ ഞാൻ എന്തായാലും ചെയ്യാം. നിങ്ങളുടെ ഒരു ഉദ്ദേശത്തിൽ ഞാൻ എന്ത് ചെയ്യും പൈസ കിട്ടും. നിങ്ങളൊരു ഇതില് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ വെച്ച് ക്ലാസ്സിൽ എന്തോ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അവളത് പറഞ്ഞിട്ടുണ്ട്. മിസ്സല്ല മറ്റേ ഇന്റേൺഷിപ്പ് ആണോ അത് നിങ്ങളല്ലേ പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നല്ല വീടിന്റെ അത്യാവശ്യം. ഒന്നാമതുള്ള വീട് ഇച്ചിരി പാട ഏരിയയിലാണ് ഇരിക്കണത്.
അപ്പൊ ഇപ്പൊ കുറച്ച് വെള്ളം കയറിയ തന്നെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് വെള്ളം. അപ്പൊ അവിടെ നിന്ന് മാറി മതി 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 കഴിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ ജനിച്ചത് എവിടെയാ? സ്ഥലം ഹോസ്പിറ്റലൊന്നുമല്ല, സ്ഥലം. അതായത് ഹോസ്പിറ്റലിൽ സ്ഥലം രാജ്യം വിട്ടു പോ. ഇതിനുള്ള കൺഫ്യൂഷൻ ആക്കാൻ ഇതൊക്കെയുള്ള വഴി. ഈ എറണാകുളം എന്താ തോന്നുന്നു? കളമശ്ശേരി ജില്ലയില് എന്റെ ഫേവറേറ്റ് ബസ്. എനിക്ക് എന്റെ ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടാവൂലേ? ഞാനൊരു സ്വീറ്റ് പേഴ്സൺ ആണ്, സാൾട്ട് പേഴ്സൺ ആണ്. ആൻഡ് ഏത് സ്വീറ്റ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം? കറന്റ് ആണ് അല്ല, ഓൾ ടൈം. എനിക്ക് ഏതാണ് ഫേവറേറ്റ്? എനിക്ക് ഏത് സ്വീറ്റ് ഇഷ്ടമാണെങ്കിൽ ഏതാ ഞാൻ കൂടുതൽ കഴിക്കാം? സ്വീറ്റും സാൾട്ടും ആണോ? ഞാൻ സോൾട്ട് പൊതുവെ സ്വീറ്റ് പേഴ്സൺ അല്ല. ഇനിയിപ്പോ ഞാൻ പകുതി മണിക്ക് പോയിട്ട് എന്റെ ഡ്രീമില് ഫസ്റ്റ് കാറ്, അതായത് എന്റെ ഒടുക്കത്തെ ആഗ്രഹം ഈ കാറാണ് ഫസ്റ്റ് മേടിക്കുന്നത്. തെറ്റി ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കാവാ. നീ ഓർക്കുന്നുണ്ടോ? അതെ, ഞാനിപ്പോ വല്ല അവകാശം കിട്ടിയ എന്ത് ചെയ്യും? ഒരു ദിവസം എനിക്ക് കിട്ടിയ ഞാൻ എന്ത് ചെയ്യും? ഇനി കറക്റ്റ് പറഞ്ഞിട്ട് നിങ്ങളുടെ മണ്ടൊക്കെ തട്ടി കിട്ടും. ക്ലീനിങ്ങോ മീനെ വന്ന പണിയൊക്കെ എടുത്തിട്ട് കിടന്നു. എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, പുറത്തേക്ക് പോകാനാണ് ഇഷ്ടം. വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. അതെന്റെ പോയി വീട്ടിലിരിക്കാൻ അതെന്തുകൊണ്ടാ എന്നീനെ മര്യാദ പുറത്തുവിടാത്തത്? അടുത്ത ക്വസ്റ്റ്യൻ, ടീ ഓർ കോഫി? സിമ്പിൾ ആയി സംഭവം. കോഫിയാണോ? ഞാൻ ഇപ്പോഴാണ് വലിയ കോഫി കുടിച്ചത് കണ്ടിട്ടുള്ളത്. എന്റെ വണ്ണം കിലോ വണ്ണം എടി അളവ് അല്ല, അങ്ങനല്ല എടി, എന്റെ ടോട്ടൽ വണ്ണം. ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് പിന്നെ വണ്ണത്തിന് ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലുള്ള രീതിക്ക് പറയണേ. ഏകദേശം 45-46. ഇല്ലടി അന്ന് 45 അതല്ലേ കൈലോസ് എന്റെ വീട്ടിലല്ലോ. ഞാൻ മൂവി കാണാൻ എനിക്ക് കൂടുതലും സാഡ്, ഹൊറർ, ത്രില്ലർ. ത്രില്ലറൊക്കെ ഓക്കെ. ഹൊറർ ഞാനിപ്പോ അങ്ങനെ കാണാറുണ്ട്. എല്ലാം കൂടുതലും പകുതി സൈക്കോ പടം ഹൊററൊക്കെ ഞാൻ കുറഞ്ഞ് എനിക്ക് പൊട്ടും കാണാൻ പെറ്റെന്ന് വെച്ചാ പൂച്ചയുടെ പട്ടിയുടെ പേരല്ല, നിക് നെയിം.
ആ പേരില്ല കേട്ടോ, അത് ഞാനൊരു ഭംഗിക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന കാര്യം, അതായത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും പെട്ടെന്ന് മടി നൽകാൻ, അതായത് ഈ എന്താ സാധനങ്ങൾ ഉണ്ടാക്കുകയും വരയ്ക്കല് അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് മടി കയറുന്ന കാര്യം. ചെയ്ത് ഞാൻ ചെയ്യും, പക്ഷെ മടി കയറി ഞാൻ ഓൺ സ്പോട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിന് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഞാൻ എന്താ പറയാ വരക്ക മറ്റേ ഇപ്പൊ മടി പിടിക്കും. അതേത് കാര്യം? വായിക്കല്, പാട്ട് കേൾക്കല്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. പെട്ടെന്ന് മടി പിടിച്ച് നിർത്തുന്ന കാര്യം, ക്ഷമയില്ല ആ കാര്യത്തിന്. എന്താണ് ആ കാര്യം? എഴുതാൻ മടിയായി. ഇവക്കുണ്ടല്ല ഡ്രോയിങ് ചെയ്യുമ്പോ അവള് ഫുള്ള് വരയ്ക്കൂല എന്നല്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മായ്ച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതവിടെ വെച്ച് നിർത്തും. അതുപോലെ തന്നെ വായന പകുതിക്ക് വെച്ച് വായിക്കുവാണ്. ബോറടിച്ച് പിന്നെ അവളെ സാധനം തൊടില്ല, പിന്നെ പിറ്റേന്നോളം തൊടും. എവിടെ ഈ ഡ്രോയിങ് മതി കാണിക്കണ്ട പോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫ്രൂട്ട്? ഫ്രൂട്ടോ? അയ്യോ മാംഗോ, അവക്കാഡോ, ലെമൺ, മൂന്നല്ല തണ്ണിമത്തൻ. പറഞ്ഞിട്ടില്ല. എന്റെ ഫേവറേറ്റ് ഞാൻ തൈകളും തണ്ണിമത്തം തിന്നണത് കണ്ടിട്ടില്ല. അതേപോലെ ഇതൊരു തിന്നണത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ലെമൺ ആർക്കാ ഇഷ്ടം? പെട്ടെന്ന് ദേഷ്യം ചേർന്നുണ്ടാക്കും. ഇത് ഇപ്പൊ അവരതില് കാര്യം ചെയ്തോണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് ശരീരത്തിൽ അതൊരു റീസൺ ആണ്. ഉറക്കത്തിന് എനിക്കെന്തോ ഒച്ചപ്പാട് പോകുന്നു. അത് കറക്റ്റ് എനിക്ക് വേനലാണോ മഴയാണോ കൂടുതൽ ഇഷ്ടം? എഴുതണ്ട പറഞ്ഞാൽ മതി. വേഴല്ല മഴ. എന്റെ ഫേവറേറ്റ് പോസിറ്റീവ് ഡ്രസ്. മോഡലൊന്നാക്കിയോ? അതായത് എന്ത് ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? ഞാനിപ്പോ ജീൻസും ഷർട്ടും അയ്യോ റോയിൽ നിർത്തിക്കോ. അതെന്താറിയോ, ഞങ്ങക്ക് ഇവളെ കുറിച്ച് അറിയാം. മീൻസ് ഏകദേശം കുറച്ച് താരങ്ങളുണ്ട്. അല്ല അങ്ങടി ഇടും എന്നെ എനിക്ക് അറിയാൻ പാടും. എന്നെ അറിയാൻ പാടുണ്ട്, എനിക്കറിയാൻ പാടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോ തന്നെ അമ്മാമ്മയുടെ വായിക്കുന്ന അങ്ങോട്ട് വിസ്തരിക്കാൻ തുടങ്ങും. അതൊന്നും അതിപ്പോ ഇവളിപ്പോ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഇങ്ങനെ എന്നെ പിടിച്ചെന്നാലും ഇവളെ പിടിച്ചെന്നാലും എവിടെ ചെന്നാലും അങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും ഡ്രോയിലാണ് നിക്കുന്നത് എന്നാണ് നിഗമനം. ഏകദേശം ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇങ്ങനൊക്കെ തെറ്റി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുള്ളൂ. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം അറിയാം. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത ബെറ്റർ ആയിട്ട് വരാം. അടുത്ത ദിവസം അപ്പൊ ഞങ്ങളുടെ ഇന്റർവെല്ല് കഴിഞ്ഞു ഇതോടുകൂടി. അതെ ബ്രേക്ക് 1 മണിക്കൂറത്തെ പണിയാണിത്. അതെ 1 2 ഇല്ലില്ല 2 ആയില്ല 1.5.
നമ്മ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടായി. 3:45. ആ 1.5 മണിക്കൂറിന്റെ വീഡിയോ അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യണം, അന്വേഷിക്കണം കണ്ടില്ലെങ്കിൽ. അതെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും പറയാം. അതെ, എന്ത് വേണമെങ്കിലും പറയാം. കമന്റില് സജഷൻ ആണെങ്കിലും എന്തെങ്കിലും ചലഞ്ച് സജഷൻ ആണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എന്തോരം ചലഞ്ച് സജഷൻ ആണ് വന്നത്. പോലെ വന്നിട്ടുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാട്ടാ. സമയം ഇല്ലാത്തോണ്ട് നല്ല ചലഞ്ചുകൾ തപ്പി കണ്ടുപിടിച്ച് പതുക്കെ ചെയ്യാം. പിന്നെ കുറച്ച് 18+ വന്നായിരുന്നല്ലേ? കുറച്ച് പറയാൻ മടിയനുണ്ടായി. അതെ. അപ്പൊ അവരവിടെ കിടന്ന് പറയും. ഞങ്ങൾ പിന്നെ എല്ലാത്തിനും ലൈക്ക് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിട്ട്. അപ്പൊ നല്ല അതില് സെലക്റ്റീവ് ആയിട്ടുള്ള കമന്റ് ചലഞ്ച് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ആരെ കമന്റ് ഇട്ടേന്ന് കൂടി കൊടുക്കാട്ടാ. അപ്പൊ എന്തായാലും ഒരാളെ കമന്റ് ഇട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ടാറ്റാ. ഏതാ? ഹാങ് അതാണ് കത്തിയത്. അതിലാണല്ലോ കയറി പിടിച്ചത്. അതാണ് കത്തിയത്. നല്ല രീതിക്ക് വ്യൂവേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ടായി. അപ്പൊ എന്തായാലും ടാറ്റാ.